എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ സ്ക്വയർ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ വർഗ സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ 42ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് ഇവിടെ വിശദമാക്കുന്നത്. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. കുറെ ഒറ്റസംഖ്യകളുടെ വർഗം കണക്കാക്കി ചുവടെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. അവ ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക. അതിലത്തെ ഒന്നാമത്തെ ചോദ്യം, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പേഴ്സ് ഈസ് ഓഡ്. അതിന്റെ മീനിങ് ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങളും ഒറ്റസംഖ്യകളാണ്. രണ്ടാമത്തേതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എന്ന് വെച്ചാൽ ഏത് ഒറ്റസംഖ്യയുടെയും വർഗത്തെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം 1 ആണ്. മൂന്നാമത്തെ ചോദ്യം, ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8. ഏത് ഒറ്റസംഖ്യയുടെയും വർഗത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം 1 ആണ്. ഇത് മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഈ സംഖ്യകളെ കുറെ ഉദാഹരണങ്ങളിലൂടെ നമ്മളത് ശരിയാണോ നോക്കണം. അതിനുശേഷം ഇത് ശരിയാകാനുള്ള കാരണം വിശദീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ബീജഗണിതത്തിലൂടെ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ഉദാഹരണം സഹിതം വിശദീകരിക്കാൻ പറഞ്ഞാല് നമുക്ക് ഇതുപോലെ ടേബിൾ വരച്ച് അല്ലെങ്കിൽ പട്ടിക വരച്ച് ചെയ്യുന്നത് കുറച്ചും കൂടിയും നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെ പട്ടിക വരച്ച് ഒന്നാമത്തെ കോളത്തില് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യ, ഓഡ് നമ്പേഴ്സ്, ഒറ്റസംഖ്യ. രണ്ടാമത്തെ കോളത്തില് ഇതിന്റെ വർഗത്തിന് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗങ്ങൾ. മൂന്നാമത്തെ കോളത്തില് ഈ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ 1 കിട്ടും നോക്കണം നമുക്ക്. അപ്പൊ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4, സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ വർഗം ഡിവൈഡഡ് ബൈ വർഗം ഹരിക്കണം 4. അടുത്ത കോളത്തില് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8, അതായത് വർഗം ഹരിക്കണം 8. ഇങ്ങനെ നമുക്ക് ഒന്നാമത്തെ കോളത്തില് ഒറ്റസംഖ്യ അറിയാലോ, 1, 3, 5, 7, 9, 11 ഇത്രയും സംഖ്യകളെടുത്ത് നമുക്ക് ചെയ്യാം. ഇതിന്റെ വർഗങ്ങൾ, 1ന്റെ വർഗം നമുക്കറിയാം, 1 സ്ക്വയർ 1, 3 സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 49, 9ന്റെ സ്ക്വയർ 81, 81, 11ന്റെ സ്ക്വയർ 121 അല്ലെ. ഇനി ഈ ഓരോ വർഗത്തെയും വർഗസംഖ്യയെയും 4 കൊണ്ട് ഹരിക്കുക. 1നെ 4 കൊണ്ട് ഹരിച്ചാല് എങ്ങനെ എത്ര കിട്ടുക? 1 ഹരിക്കണം 4 അല്ലെ. അതില് കോഷ്യന്റ് 0, ഹരണഫലം 0. അപ്പൊ ഇവിടെ 0 എഴുതുക, ശിഷ്ടം 1 തന്നെ കിട്ടുന്നു അല്ലെ. അങ്ങനെ ആകുമ്പോ 4 കൊണ്ട് ഹരിക്കുമ്പോ 1നെ 4 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. അടുത്തത് 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോ എന്താ വരിക? 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം 9ല് 2 4കളാണുള്ളത്. 4 2 8, അവിടെയും ശിഷ്ടം 1 എന്ന് കിട്ടും അല്ലെ. ഇനി 25നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 6 4 24, അവിടെ ശിഷ്ടം 1. 49നെ ഹരിച്ചാലും എത്ര കിട്ടും? 4 കൊണ്ട് ഹരിച്ച 12 4 48, ശിഷ്ടം 1 എന്ന് കിട്ടും. 81നെ 4 കൊണ്ട് ഹരിച്ചാലും ഹരണഫലം 20 ശിഷ്ടം 1 എന്ന് കിട്ടും. 121നെ ഹരിച്ചാലും ശിഷ്ടം 1 കിട്ടും അല്ലെ. ഹരണഫലം 30 എന്ന് കിട്ടും. അതേപോലെ ഈ ഓരോ സംഖ്യയെയും 8 കൊണ്ട് ഹരിക്കുമ്പോ നോക്കാം നമുക്ക്. 1നെ 8 കൊണ്ട് ഹരിക്കുമ്പോ ഈ ചെയ്തതുപോലെ ശിഷ്ടം 1 എന്ന് കിട്ടും അല്ലെ. 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടം 1 കിട്ടും അല്ലെ. ഹരണഫലം 1, 1 8 8, ബാക്കി അവിടെ 1. അതേപോലെ 25നെ 8 കൊണ്ട് ഹരിക്കുമ്പോ 3 8 24, ശിഷ്ടം 1 എന്ന് കിട്ടും. അതേപോലെ 49നെ 8 കൊണ്ട് ഹരിക്കുമ്പോ ഹരണഫലം 6 എന്നും ശിഷ്ടം 1 എന്നും കിട്ടും.
81 ഹരിക്കുമ്പോൾ ഹരണഫലം 10 എന്നും ശിഷ്ടം 1 എന്ന് കിട്ടും. 121 ഹരിക്കുമ്പോഴും ശിഷ്ടം 1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഈ പട്ടികയിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞു ഈ സംഖ്യകളെ വർഗങ്ങളെ എല്ലാം 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 1 ശിഷ്ടം 1 കിട്ടും, മിച്ചം 1 എന്ന് കിട്ടുന്നു. അതേപോലെ ഈ സംഖ്യകളെ 8 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 1 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇങ്ങനെ വരാനുള്ള കാരണം ബീജഗണിതത്തിലൂടെ വ്യക്തമാക്കണം, അല്ലെങ്കിൽ ആൾജിബ്രയിലൂടെ നമുക്കിത് ഇനി നമുക്ക് ഈ പട്ടികയിൽ ചെയ്ത കാര്യങ്ങള് അതിന്റെ കാരണം വിശദമാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ബീജഗണിതം ഉപയോഗിച്ചാണ് അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഒറ്റസംഖ്യകളുടെ എല്ലാം വർഗങ്ങളും ഒറ്റസംഖ്യയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒറ്റസംഖ്യയുടെ ബീജഗണിത രൂപം എന്താണ്? ഇരട്ട സംഖ്യയുടെ ബീജഗണിത രൂപം എന്താണ്? n ഒരു എണ്ണൽസംഖ്യ ആയാൽ 2n എന്നതാണ് ഒരു ഇരട്ട സംഖ്യയുടെ ബീജഗണിത രൂപം. അങ്ങനെയാണെങ്കിൽ ഒറ്റസംഖ്യയുടെ ബീജഗണിത രൂപം എന്തായിരിക്കും? 2n + 1 ആയിരിക്കും ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപം. ഏതൊരു ഇരട്ട സംഖ്യയോടും 1 കൂട്ടുമ്പോഴാണ് ഒറ്റസംഖ്യ കിട്ടുന്നത്. അപ്പോ ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപം, ഒറ്റ സംഖ്യക്ക് നമ്മൾ എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യ 2n + 1 എന്നാണ് ഒരു ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപം. ഇനി ഇതിന്റെ വർഗം, ഈ ഒറ്റ സംഖ്യയുടെ വർഗം ഒറ്റ സംഖ്യ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വർഗം സമം 2n + 1ന്റെ വർഗം അല്ലെങ്കിൽ സ്ക്വയർ. വർഗം അല്ലെങ്കിൽ സ്ക്വയർ 2n + 1 സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യത്തേത് x + y പോലെ എക്സ്പാൻഡ് ചെയ്താൽ x², 2n², 2n സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4, n-ന്റെ സ്ക്വയർ n² പ്ലസ് 2xy, 2n × 1 × 2 അല്ലെ. അപ്പൊ 4n പ്ലസ് y², 1ന്റെ സ്ക്വയർ 1. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വർഗം കിട്ടുന്നത്. അപ്പൊ നമുക്കിത് ഇതും ഒരു ഒറ്റസംഖ്യയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാം? 4n² എന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 2n × 2n എന്ന് എഴുതാം അല്ലെ. 2 × 2 4, n × n n² പ്ലസ് ഈ 4n ഇതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2n എന്ന് എഴുതാം അല്ലെ. 2 4 n + 1. ഇനി ഇതിലെ ആദ്യത്തേതിന് 2n, ഇതിലും 2n ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് കോമൺ ആയിട്ട് എഴുതിയാല് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 2n. ഒരു 2n നമ്മൾ പുറത്തെഴുതി. പിന്നെ അവിടെ ഉള്ളത് ഒരു 2n ആണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്ലസ് ചിഹ്നം ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 2n എഴുതിയത് കൊണ്ട് ഇവിടെ +2, പിന്നെ ബാക്കി 1 അല്ലെ. അപ്പൊ ഇതാണ് ഒറ്റ സംഖ്യയുടെ വർഗം നമുക്ക് കിട്ടുന്നത്. സ്ക്വയർ അല്ലെങ്കിൽ വർഗം കിട്ടുന്നത് 2n × 2n + 2 + 1 ആണ് അല്ലെ. അപ്പൊ നമുക്കിതാ ഈ രൂപത്തിൽ തന്നെ ഉണ്ടല്ലോ 2n + 1 എന്നില്ലേ. 2nന്റെ കൂടെ ഒരു 2n + 2 ഉണ്ട്. എന്നാലും ഈ രൂപത്തിൽ തന്നെ വരുന്നുണ്ടല്ലോ 2n + 1 എന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം ഇതൊരു ഒറ്റ സംഖ്യ ആണ്, അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പർ ആണ്. 2n + 1 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്നത് കൊണ്ട് ഇതൊരു ഓഡ് നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. is an odd number, is an odd number അല്ലെങ്കിൽ ഇതൊരു ഒറ്റ സംഖ്യയാണ് എന്ന് എഴുതിയാൽ മതി. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒറ്റ സംഖ്യ എഴുതുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എഴുതുക, എന്നിട്ട് അതിനെ ഇനി നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത്രയും എഴുതിയാൽ തന്നെയും എന്നിട്ട് അവിടെ is an odd number അല്ലെങ്കിൽ ഇതൊരു ഒറ്റ സംഖ്യയാണ് എന്ന് എഴുതിയാൽ മതിയോ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം, ഒറ്റസംഖ്യയുടെ വർഗത്തെ, ഇതാണ് വർഗം, അതിനെ 4 കൊണ്ട് ഹരിച്ചാല് 1 ശിഷ്ടം വരും. അപ്പൊ വർഗത്തിനെ 4 കൊണ്ട് ഹരിക്കണം അല്ലെ. വർഗം ഹരിക്കണം 4 അല്ലെങ്കിൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു, ഇതാണ് വർഗം, 4n² പ്ലസ് 4n പ്ലസ് 1, 4n² പ്ലസ് 4n പ്ലസ് 1 ബൈ 4 അല്ലെ. അപ്പൊ ഇതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ക്ലിയർ ആണ്. 4n² ബൈ 4 എന്ന് പറഞ്ഞാൽ അവിടെ n² വരും. 4n ബൈ 4 എന്ന് പറഞ്ഞാല് അവിടെ n വരും. ബാക്കി അവിടെ 1 അല്ലേ ഉണ്ടാവുക. അത് ക്ലിയർ ആണ്.
അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ 1 ആയിരിക്കും, ഈക്വൽ ടു 1. അതേപോലെ